Qualities and qualifications of professional auditor. ഒരു പ്രൊഫഷണൽ ഓഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എഫിഷ്യന്റ് ഓഡിറ്റർ മസ്റ്റ് possess certain general qualities besides statutory qualification. സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷന്റെ പുറമെ ചില ക്വാളിറ്റീസ് എന്ത് ചെയ്യണം, നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ ആളെ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അത്തരം ക്വാളിറ്റീസിനെ നമുക്ക് മൂന്നായി തിരിക്കാം: പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിറ്റീസ്, പേഴ്സണൽ ക്വാളിറ്റീസ്. ഈ പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ആണ്. അത് ഇൻ ദി കേസ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ ഓർ പാർട്ണർഷിപ്പ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് അതിന് ക്വാളിഫിക്കേഷൻ. സോൾ ട്രേഡിൻ്റെ കേസിലോ പാർട്ണർഷിപ്പിൻ്റെ കേസിലോ ഒരു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ പറയുന്നില്ല. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഓഡിറ്റർ മസ്റ്റ് ബി ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഓഡിറ്റർ എന്തായിരിക്കണം? മസ്റ്റ് ബി ചാർട്ടേഡ് അക്കൗണ്ടൻസ് വിത്തിൻ ദി മീനിങ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949. 1949 ചാർട്ടേഡ് അക്കൗണ്ട് ആക്ട് പ്രകാരം പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം ഒരു ഓഡിറ്റർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ. അതേപോലെ തന്നെ ഹി മസ്റ്റ് പാസ് CA എക്സാമിനേഷൻ. ഈ മസ്റ്റ് പാസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ICAI കണ്ടക്ട് ചെയ്യുന്ന CA എക്സാമിനേഷൻ പാസ്സായിരിക്കണം. മാത്രമല്ല ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ഇയാളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ലഭിക്കുക ഈ ഒരു കൗൺസിൽ മെമ്പർഷിപ്പ് എടുത്താലാണ് എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ലഭിക്കുക. ഇത്തരം കൗൺസിലിലെ മെമ്പർഷിപ്പ് ഒരു ആനുവൽ ഫീ, പ്രിസ്ക്രൈബ്ഡ് ആനുവൽ ഫീ ഉണ്ടായിരിക്കുക. ആനുവൽ ഫീ അടച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് നേടേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് നേടിക്കഴിഞ്ഞാൽ അങ്ങനെ എൻറോൾ ചെയ്യുന്ന ആളുകളെ അസോസിയേറ്റ് എന്ന് വിളിക്കും. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഫെല്ലോ എന്നും വിളിക്കും. രണ്ട് തരത്തിലുള്ള മെമ്പർഷിപ്പാണ് ഉള്ളത്, അസോസിയേറ്റ്, ഫെല്ലോ. രണ്ട് കാറ്റഗറി മെമ്പേഴ്സാണ് ICAIക്കുള്ളത്. ദെൻ എന്തൊക്കെയാണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞ CA ആണ്. എന്നാൽ പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Auditor must have complete and thorough knowledge of theory and practice of accountancy. അക്കൗണ്ടൻസിയുടെ തിയറിയും പ്രാക്ടീസും നന്നായി അറിഞ്ഞ ആൾക്ക് മാത്രമേ ഓഡിറ്റർ ആകാൻ പറ്റുള്ളൂ. ഓഡിറ്റർ അദ്ദേഹത്തിന് പലതരത്തിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പുതിയ ഡെവലപ്മെന്റ് എന്തൊക്കെ അക്കൗണ്ടിങ് ഫീൽഡിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അത്തരത്തിൽ അതിനെക്കുറിച്ച് അറിവുള്ള തറോ നോളജ് ഉള്ള ആളായിരിക്കണം എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ക്വാളിറ്റീസിൽ ഒന്നാമത്തേതാണ്. രണ്ട്, നോളജ് ഓഫ് കൊമേഴ്സ്യൽ ലോ, കമ്പനി ലോസ്, മെർക്കന്റൈൽ ലോ, പാർട്ണർഷിപ്പ് ആക്ട്, ബാങ്ക് ഇൻഷുറൻസ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, കോൺട്രാക്ട് മോർഗേജ് ഏജൻസി ആക്ട്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കൊമേഴ്സ്യൽ ലോസിനെ കുറിച്ചുള്ള നല്ല ധാരണ ഉണ്ടായിരിക്കണം ഒരു ഓഡിറ്റർക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നത്. ക്വാളിറ്റീസ് ഓഫ് ടെക്നിക്സ് ഓഫ് ഓഡിറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചുള്ള നല്ല തറോ നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഓഡിറ്റർ പ്രൊഫഷണൽ ക്വാളിറ്റീസിൽ മറ്റൊന്ന്. അത് എന്തായിരിക്കണം, അയാള് പുതിയ ചേഞ്ചസ് എന്തൊക്കെ നടക്കുന്നുണ്ട് ഓഡിറ്റിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഓഡിറ്റിംഗ് എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ഒരാൾക്ക് മാത്രമാണ് ഓഡിറ്റർ ആവാൻ പറ്റൂ. പിന്നെ പറയുന്ന നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് ഓഡിറ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അറിവുണ്ടാവുക, ഇതൊക്കെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അറിവുണ്ടാവുക, ഇതൊക്കെയും ഒരു പ്രൊഫഷണൽ ഓഡിറ്റർക്ക് നിർബന്ധമായിട്ടുണ്ടാകേണ്ട അറിവാണ്, നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ he must be familiar with mechanical accounting and labor saving devices. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങും ഓട്ടോമാറ്റിക് മെഷീൻ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ നമ്മൾ ലേബർ സേവിങ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം.
മെക്കാനിക്കലായിരിക്കും, കമ്പ്യൂട്ടറിലായിരിക്കും അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് നോളജ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള തറോ നോളജ് ഉണ്ടായിരിക്കണം ഒരു മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ധാരണയുള്ള ആൾക്കാണ് മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോളജ് ഓഫ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, സെയിൽസ് ടാക്സ് എക്സെട്ര. ഇൻകം ടാക്സ് പ്രൊവിഷൻ, വെൽത്ത് ടാക്സ് പ്രൊവിഷൻ, സെയിൽസ് ടാക്സിന്റെ ഒക്കെ പ്രൊവിഷനായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസിന് എന്ത് ചെയ്യുക, അറിയുക. കൊമേഴ്സ്യൽ ലോസിന്റെ പുറമെ ഈ ടാക്സിന്റെ പ്രൊവിഷൻസ് കൂടി അറിയുക എന്നുള്ളത് അത് ഓഡിറ്റർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്തായിരിക്കണം? ഇൻകം ടാക്സ് പ്രൊവിഷൻസ്, വെൽത്ത് ടാക്സ്, സെയിൽ ടാക്സിന്റെ പ്രൊവിഷൻസ് ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള ആളായിരിക്കണം ഓഡിറ്റർ. നോളജ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ അവർക്ക് അറിവുണ്ടായിരിക്കണം. അത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കണോമിക് ലോസ് ഉള്ള ആളായിരിക്കണം. അതായത് ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല എക്കണോമിക് ലോസും ഉണ്ടാവും, സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള ധാരണയുള്ള ആളായിരിക്കണം ഓഡിറ്റർ. നോളജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ്. മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിക്സിലുള്ള നോളജ് ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റും? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കും. We must study important judgment in audit cases. കോടതിയുടെ ചില ജഡ്ജ്മെന്റുകൾ ഉണ്ടാവും. ആ ജഡ്ജ്മെന്റ് അയാളുടെ ഡിഫൈൻ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് സഹായിക്കും. ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ നടന്നിട്ടുള്ള കോർട്ട് ജഡ്ജ്മെന്റ് ഒക്കെ സഹായിക്കും. നെക്സ്റ്റ് നോളജ് ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷനെ കുറിച്ച്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിനെ കുറിച്ചുള്ള അറിവ്. അത് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ രണ്ടിനെ കുറിച്ചുള്ള അറിവുണ്ടാവുക എന്നുള്ളത് ഓഡിറ്റർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. നോളജ് ഓൺ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ബിസിനസ് അണ്ടർ ഓഡിറ്റ്. ബിസിനസ്സിന് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാപനത്തിന്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുക. ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ആ ഫേം, ഏത് ഫേമാണോ ആ ഫേമിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിവുണ്ടാവുക. ഇത്രയാണ് എന്ത് പ്രൊഫഷണൽ ക്വാളിറ്റീസ്, ഓഡിറ്റർക്ക് വേണ്ട പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാ. ഓഡിറ്റർ മസ്റ്റ് കംപ്ലീറ്റ് ഇൻ തറോ നോളജ് ഇൻ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്, കൊമേഴ്സ്യൽ ലോ, നോളജ് ഓഫ് കൊമേഴ്സ്യൽ ലോ, നോളജ് ഓഫ് ടെക്നിക്സ് ഓഫ് ഓഡിറ്റിംഗ്, നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, familiar with mechanical accounting and labor saving devices, knowledge of management accounting, knowledge of provisions related to income tax, then knowledge of economics, knowledge of mathematics and statistics. You must study about the judgments in audit cases, knowledge of industrial management, knowledge on technical details of business under audit. ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കണം? ഓഡിറ്റർക്ക് തറവായിരിക്കണം. അത് ഓഡിറ്റർ നോളജ്, അക്കൗണ്ടിങ് പ്രാക്ടീസിനെ കുറിച്ചുള്ള തറോ നോളജ്, കൊമേഴ്സ്യൽ ലോ, ദെൻ ടെക്നിക്സ് ഓഫ് ഓഡിറ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, സെയിൽ ടാക്സിന്റെ, ഇൻകം ടാക്സിന്റെ ഒക്കെ പ്രൊവിഷൻസ്, എക്കണോമിക്സിന്റെ നോളജ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സിന്റെ കുറിച്ചുള്ള അറിവ്, ജഡ്ജ്മെന്റുകളെ കുറിച്ച് പഠിച്ചു വെക്കണം. ദെൻ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ദെൻ നോളജ് ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ബിസിനസ് അണ്ടർ, ഏത് ബിസിനസ് ഫേമാണോ അതിന്റെ ഡീറ്റെയിൽസ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. മെക്കാനിക്കൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ പറയാൻ പോകുന്നത് പേഴ്സണൽ ക്വാളിറ്റീസ് ആണ്. എന്തൊക്കെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ് ഓഡിറ്റർക്ക് വേണ്ടതെന്നുള്ളതാണ്. ഓഡിറ്റർക്ക് പേഴ്സണൽ ക്വാളിറ്റീസായി ഈ മസ്റ്റ് ഹോണസ്റ്റി ആയിരിക്കണം എന്നുള്ളതാണ്. ഹോണസ്റ്റി ആയിട്ടുള്ള, സത്യസന്ധതയായിട്ടുള്ള ആളായിരിക്കണം. Honest auditor must be honest in his work.
അങ്ങനെയാണ് മാത്രമേ സത്യസന്ധമായിട്ട് അയാൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുള്ളൂ. ഹോണസ്റ്റി ആയിരിക്കണം, എങ്കിൽ മാത്രമേ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് വർക്ക് നടത്താൻ സാധിക്കുള്ളൂ അദ്ദേഹത്തിന്. ടാക്റ്റ്ഫുൾ ആയിരിക്കണം, ഷുഡ് ബി ടാക്റ്റ്ഫുൾ. അത് ക്ലയന്റിന്റെ സ്റ്റാഫിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തിയിട്ടായിരിക്കണം അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, ചെയ്യുന്നത്. ക്ലയന്റിന്റെ സ്റ്റാഫിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് ഒക്കെ ടാക്റ്റ്ഫുൾ ആയിരിക്കണം. പിന്നെ എബിലിറ്റി ടു ഹാർഡ് വർക്ക്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയണം. ഓഡിറ്റ് സക്സസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, അതിനുള്ള റെഡിനെസ്, വില്ലിനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹി ഷുഡ് ബി ഇംപാർഷ്യൽ, ഒരു പാർഷ്യാലിറ്റി ഉള്ള ഒരാളാകാൻ പാടില്ല. ആരെങ്കിലും ഇൻഫ്ലുവൻസിന് വഴങ്ങിയാൽ എന്തെങ്കിലും തരത്തിലുള്ള ബയാസ് വരാൻ സാധ്യതയുള്ളതാണ്. അത്തരത്തിൽ ബയാസ് അയാളുടെ ഡ്യൂട്ടി ഡിസ്ചാർജിങ് ചെയ്യുന്നതിൽ ഉണ്ടാകാൻ പാടില്ല. he should be impartial ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ബയാസ്നെസ് വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും സൈഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസിന് വഴങ്ങുന്ന ഒരാളാകാൻ പാടില്ല. നെക്സ്റ്റ്, ഓഡിറ്റർ മസ്റ്റ് ബി കോഷ്യസ് ആൻഡ് വിജിലന്റ്. ഓഡിറ്റർ ആരായിരിക്കണം, അവിടെ കോഷ്യസ് ആൻഡ് വിജിലന്റ് ആയിരിക്കണം. അദ്ദേഹത്തിന്റെ വർക്കിൽ വളരെ വിജിലന്റ് ആയിരിക്കണം. ഇപ്പം ഐ ഓപ്പൺ ചെയ്ത് അലേർട്ടായിട്ടിരിക്കുന്ന ഒരാളായിരിക്കും. എന്തൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ അറിഞ്ഞ് ആയിരിക്കണം ഓഡിറ്റർ വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെ തെറ്റുകൾ, എന്തൊക്കെ എറേഴ്സ്, എന്തൊക്കെ ഫ്രോഡ്സ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയണം ഒരു കോഷ്യസ് വിജിലന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ്. എപ്പോഴും ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വിജിലന്റ് ആയിരിക്കണം, കോഷ്യസ് ആയിരിക്കണം. ഓഡിറ്റർ മസ്റ്റ് ബി മെത്തേഡിക്കൽ. ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസ് ഒരു മെത്തേഡിക്കൽ ആയിരിക്കണം. അത് ഷുഡ് ബി തറോ ആൻഡ് കംപ്ലീറ്റ് ഇൻ ഹിസ് വർക്ക്. Then next, ability to trace out facts and figures. ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അത് റിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ടുവാർഡ്സ് ഹിസ് വർക്ക്. അങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യണം എന്തൊക്കെയാണ് ഫാക്റ്റുകൾ, എന്തൊക്കെ ഫിഗേഴ്സ് ആണുള്ളത്. ആ ട്രേസ് ഔട്ട് ചെയ്ത് കണ്ടെത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം ഓഡിറ്റർ. നമ്മൾ പറഞ്ഞു ഓഡിറ്റർ ഹോണസ്റ്റി ഉണ്ടായിരിക്കണം, ടാക്റ്റ്ഫുൾ ആയിരിക്കണം, ഹാർഡ് വർക്ക്, എബിലിറ്റി ടു ഹാർഡ് വർക്ക്, ഇംപാർഷ്യൽ ആയിരിക്കണം, മസ്റ്റ് ബി കോഷ്യസ് ആൻഡ് വിജിലന്റ് ആയിരിക്കണം, മെത്തേഡിക്കൽ ആയിരിക്കണം, ട്രേസ് ഔട്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് he should not be suspicious but always inquisitive. സസ്പീഷ്യസ് ആകാൻ പാടില്ല, ബട്ട് ഓൾവേസ് ഇൻക്വിസിറ്റീവ്. ഓഡിറ്റർ ഒരിക്കലും ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡുള്ള ആളായിരിക്കരുത്, സസ്പീഷ്യൻ ആയിരിക്കരുത്. ഇയാളൊരു വാച്ച് ഡോഗ് ആയിരിക്കണം, നോട്ട് ബ്ലഡ് ഹോണ്ട്. ബ്ലഡ് ഹോണ്ട് ആകാൻ പാടില്ല. ഹീസ് എ വാച്ച് ഡോഗ് ബട്ട് നോട്ട് എ ബ്ലഡ് ഹോണ്ട്. Next, courage and ability. Auditor should be bold enough to discharge his duties and must certify what he does not believe to be true. കറേജ് ഉണ്ടായിരിക്കണം, എബിലിറ്റി ഉണ്ടായിരിക്കണം, അതായത് ബോൾഡ് ആയിരിക്കണം. ബോൾഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബോൾഡായി നിലകൊള്ളുന്ന ഒരാളായിരിക്കണം ഓഡിറ്റർ. ദെൻ എബിലിറ്റി ടു മെയിൻറ്റെയിൻ സീക്രട്സ്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട വിവരങ്ങൾ ഉണ്ടാവും ഓഡിറ്ററുടെ മുന്നിൽ. ആ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും
മറ്റൊരാൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓഡിറ്റർ ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് സീക്രട്സ് ഓഫ് ഹിസ് ക്ലയന്റ് ടു എനിബഡി. അതുകൊണ്ട് എബിലിറ്റി ടു മെയിൻറ്റെയിൻ സീക്രട്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്, പ്രിസർവ് ക്വാളിറ്റിയാണ്. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഓഡിറ്റർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. കോമൺ സെൻസ് ഉണ്ടാവുക. ഓഡിറ്റർ ഷുഡ് പൊസസ് എ ഗുഡ് കോമൺ സെൻസ് എന്നുള്ളതാണ്. കോമൺ സെൻസ് ഉണ്ടായി കാണുന്നത് ഓഡിറ്റർക്കുള്ള ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ പറഞ്ഞത് honesty, he should be tactful, ability to hard work, he should be impartial, auditor must be cautious and vigilant, methodical, trace out facts and figures, honesty, tactful, hard work, impartial, cautious and vigilant, methodical, trace out facts and figures. Should not be suspicious, courage and ability, bold ആയിരിക്കണം എന്ന് പറഞ്ഞു. Maintain secret, ability to maintain secret, communication skill, common sense. പ്രൊഫഷണൽ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. കൊമേഴ്സ്യൽ ലോ, അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ആൻഡ് പ്രാക്ടീസിനെ കുറിച്ചുള്ള അറിവ്, ടെക്നിക്സ് ഓഫ് ഓഡിറ്റിങ്ങിനെ കുറിച്ചുള്ള അറിവ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അറിവ്, മെക്കാനിക്കൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അറിവ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അറിവ്, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, സെൽ ടാക്സ് പ്രൊവിഷൻസിനെ കുറിച്ചുള്ള അറിവ്, എക്കണോമിക്സിനെ കുറിച്ചുള്ള അറിവ്, മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സിനെ കുറിച്ചുള്ള അറിവ്, ജഡ്ജ്മെന്റ് സ്റ്റഡി ചെയ്യണം, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ, ഇതിനൊക്കെയുള്ള അറിവുണ്ടായിരിക്കണം. ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദി ഫാമിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിഞ്ഞു വെച്ചിരിക്കണം. നെക്സ്റ്റ് honesty, tactful, ability to hard work, personal qualities വരുന്നതാണ്. impartial, cautious and vigilant, methodical, trace out facts and figures, should not be suspicious but always inquisitive, courage and ability to maintain secrets, ability to communicate, common sense. Honesty, tactful, hard work, impartial, cautious and vigilant, methodical, ability to trace out facts and figures, he should not be suspicious but always inquisitive. സസ്പീഷ്യസ് ആവാൻ പാടില്ല, പക്ഷേ ഇൻക്വിസിറ്റീവ്, കൃത്യമായിട്ട് മറുപടി ആവശ്യമുള്ളത് എന്തെങ്കിലും അന്വേഷിച്ച് അറിഞ്ഞു വെക്കുന്ന ഒരാളായിരിക്കണം. കറേജ് ആൻഡ് ability to maintain secrets, ability to communicate, common sense. നമ്മൾ ഇന്നത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം പറഞ്ഞു. then professional qualities, then ലാസ്റ്റ് നമ്മൾ പറഞ്ഞു പേഴ്സണൽ ക്വാളിറ്റീസ്. then ഇത്രയാണ് പേഴ്സണൽ ക്വാളിറ്റീസ് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.